ഇന്ന് പരിസ്ഥിതിക്ക് നമ്മളേൽപ്പിക്കുന്ന ആഘാതം അല്ലെങ്കിൽ മുറിവുകൾ മൂലം പരിസ്ഥിതി നമുക്കെതിരായിട്ട് വരുന്നൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം കുളം കിണർ ഉൾപ്പെടെയുള്ള നമ്മുടെ നീരുറവകൾ വറ്റിപ്പോകുന്നതും എല്ലാം നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ ജൂൺ 1 ശരിക്കും കാലവർഷം ആരംഭിച്ച് സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അല്ലെങ്കിൽ പൊതുമഴ പ്രതീക്ഷിച്ച് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്നലെ ഒരു തുല്യ മഴ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ വളരെയേറെ ഒരു ദുർഘടമായൊരവസ്ഥയിലേക്ക് പരിസ്ഥിതി പോകുന്ന ഒരു സാഹചര്യത്തിൽ പരിസ്ഥിതിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടുന്ന സംഭവങ്ങൾ തിരിച്ചുകൊണ്ടിരുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ യുവാക്കളെ പോകുന്ന വഴികളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സ്ഥിതികൾ വരാൻ നിർദ്ദേശം നൽകി കടന്നു പോകുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പരിസ്ഥിതി ദിനത്തിന് തൊട്ട് അടുത്തുള്ള ദിവസമാണ് കഴിഞ്ഞ വർഷം മെയ് 30 മഴവില്ല. ഇവിടെ ഒന്ന് മഴയോടുകൂടി തുടങ്ങേണ്ടതാണ്. പക്ഷേ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. മഴമേഘങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ മെയ് മാസത്തിൽ കണ്ട ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ വേനൽ മഴ പെയ്യുന്നത് 3-4 മഴ പെയ്ത് ഒരു വേനൽ കടന്നു പോകും 2 മാസം തുടർച്ചയായി ഇവിടെ 2 മാസം അടുപ്പിച്ച് ഗവൺമെൻറ് ചെയ്തപ്പോൾ 2000 ഒടിഞ്ഞു. ആ വൈരുദ്ധ്യം 2000 ഞങ്ങൾ വീടിന് പുറത്തിറങ്ങി. ഇതുപോലെ മലവെള്ള പദ്ധതി 1 മാസം മുമ്പ് ഈ മെയ് മാസമാണ് നമ്മുടെ രാജ്യമായ നേപ്പാൾ വിസിറ്റ് ചെയ്തത്. അന്നത്തെ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി വസിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ഗൃഹം ഇല്ലാതെ ഇത്തരത്തിൽ കാലാവസ്ഥാ മാറ്റങ്ങളുടെ പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട്. നമ്മളുടെ ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും അടുത്ത് ചില ദൃശ്യങ്ങൾ ഓരോ പരിസ്ഥിതിയിൽ നിന്നും നമ്മൾ നമ്മുടെ നടത്തി വെച്ച് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അതിന് പ്രസക്തിയില്ലെന്നുള്ളത് ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ മാസത്തിലെ തന്നെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ് തടാകമില്ല. ഇതൊക്കെ സമൂഹ നാടുകളിൽ നമ്മുടെ അടുത്ത് ചെറുത്താൻമലയിൽ ഉണ്ടായ എന്താണ് എൻ്റെ പേര് പറഞ്ഞു മഞ്ഞുവീഴ്ചയൊന്നുമില്ല പ്രതിഭാസത്തിലൂടെ. അതേസമയം തന്നെ ഇടുക്കിയിൽ നടന്ന മേഘസ്ഫോടനത്തിൽ ഈ ഒരു സാഹചര്യം ഉൾക്കൊണ്ട് നമ്മളുടെ പെട്ടെന്നായ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ള നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ള സന്ദേശം മാത്രം പരിശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് നടത്തി കിട്ടുന്നതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഇതൊരു തുടർ പ്രവർത്തനം. ഒരു പ്ലാസ്റ്റിക് കടലാസ് നമ്മളൊരു ബേക്കറിയിൽ നിന്ന് അനാവശ്യമായി വാങ്ങുമ്പോൾ നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. നമ്മുടെ ഈ മലകളും നമ്മുടെ ഈ സസ്യ സാനുക്കളുമൊക്കെ നമ്മൾ പറയുമ്പോൾ ശരിയാണ്. നമ്മളൊക്കെ പക്ഷേ ആ റിസോർട്ടുകൾ ശേഖരിച്ച് വെക്കുന്ന ജലമല്ലേ നമുക്ക് വേനൽക്കാലത്ത് കുടിക്കാൻ. നമ്മുടെ നീർത്തടങ്ങളിൽ നമ്മൾ അനാവശ്യമായി ദൗർലഭ്യമുള്ള സ്ഥലത്ത് ഒരു വീടിന് ഒരു പാടമെടുത്ത് ഒരു പ്രദേശം മണ്ണെടുത്തിരുന്നതെന്ന് നമുക്കെതിരെ പറയാം. നമുക്ക് തീർത്തുമെതിരെ പറയാൻ പറ്റും. പക്ഷേ മാറ്റത്തെ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ വേനൽക്കാലത്ത് മഴയും മഴക്കാലത്ത് മഴയും അതെന്നുള്ള ഒരു മനസ്ഥിതിയോടെ മലയെയും മണ്ണിനെയും തടാകങ്ങളെയും തോടിനെയും പുഴയെയും ഒക്കെ നമ്മൾ സമീപിച്ചില്ലെങ്കിൽ അതാ സൂചിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ഇനി വരുന്ന യുദ്ധം കുടിവെള്ളത്തിന് മാത്രമല്ല നമ്മുടെ നിലനിൽപ്പിന് ശുദ്ധവായു ശ്വസിക്കുന്നതിന് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും. നമ്മുടെ കാൽവച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂട്ടിൻ്റെ പേരുണ്ടായിട്ടുള്ള കഴിഞ്ഞ വർഷം
കൊടുത്ത് വാങ്ങി പുതിയ ബൈപ്പാസ് വെച്ച് അത് മുഴുവൻ പ്രത്യേകം 2 ദിവസം നമ്മളൊരു വാശിക്ക് നിന്ന് വെക്കാനുണ്ട്. ആ സമരമൊക്കെ ഉയർത്തിപ്പിടിച്ച് ചിലപ്പോൾ ഇന്ത്യയിലാണ് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല അതിജീവനത്തിന് നമുക്ക് ഏറ്റവും അത്യാവശ്യം ആവശ്യം നമുക്ക് നല്ല കാലാവസ്ഥയും വെള്ളവും വെളിച്ചവും കാറ്റുമാണ്. നേപ്പാളിൽ പണമുണ്ടായതുകൊണ്ട് പടുകൂറ്റൻ കെട്ടിടങ്ങളുണ്ടായതുകൊണ്ട് കാര്യമുള്ളൂ. ഉത്തരാഖണ്ഡിൽ 2 വർഷം മുമ്പ് ചിയാപ്പാറയിലൊക്കെ ഉണ്ടായ ദുരന്തമുണ്ടായ അതേ സമയത്ത് ഉത്തരാഖണ്ഡിലെ ശിവക്ഷേത്രങ്ങൾ പോലും ഇല്ല. അപകടമാണ്. ഇതൊക്കെ നമ്മൾ നൽകുന്ന സൂചന നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ വികസന തന്ത്രം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു കേവല ക്രിയയൊന്നുമില്ല. അത് ഈ മണ്ണിനെ സ്നേഹിക്കുക, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന, നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ സംരക്ഷിക്കുക, ഭാര്യയെ സ്നേഹിക്കുന്നത്, അമ്മയെ സ്നേഹിക്കുന്നത്, മക്കളെ സ്നേഹിക്കുന്നത് പോലെ ചെയ്യേണ്ട ഒരു ജീവിതക്രിയ മാത്രമാണ്. അത് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ തൊട്ടടുത്ത് ശ്രദ്ധിക്കുന്നതിനുള്ള സന്ദേശവും അതാണ്. അതുകൊണ്ട് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഞാൻ ഒരു മണിമരുതിൻ്റെ തൈ നിങ്ങളുടെ സംഘത്തിൻ്റെ നേതാവിനെ നൽകിക്കൊണ്ടാണ് ഇത് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ അടുത്ത വീട്ടിൽ നിന്നൊരു തൂമ്പ വാങ്ങി അവരെ കൊണ്ട് തന്നെ ഒരു കുഴി എടുത്തിട്ട് ലേശം വെള്ളവും ഒഴിച്ചിട്ട് ഇത് നടുകയും അവരെ സംരക്ഷിക്കാനുള്ള ചുമതലയും നൽകുക. ഒരു പക്ഷേ 15 വർഷം കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ അതിലേക്ക് വരുമ്പോൾ ഈ ക്ലബിൻ്റെ പരിസ്ഥിതി ദിനത്തിൽ നട്ടതാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യപരമായ സംഗതി. അതുകൊണ്ട് ആ മരവും ജീവിക്കും. ഒരു തലമുറക്കുള്ള വിവേകം കാത്തിട്ട് അത് ഒന്നാമത് ആശ്വാസം ഒന്നും ആയിരുന്നു. ദീപം സിരയിൽ പടരും ദാഹം പൊഴിയും കനവിൻ വേഗം വിങ്ങിപ്പൊങ്ങും വിണ്ണിൻ ചഷകം കൈത്തുമ്പിൽ നീലാകാശം മുന്നിൽ കത്തട ലോകം ഏതേതോ വഴി നീളെ തോരാ കാറ്റിൻ തൂവൽ തേരേറാ Karuna
like the wind. Sometimes it blows your